മലയാളി ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം മാർച്ച് 8 ശ്രീ ഹ്യൂസ്റ്റൺ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വെച്ച് അതിഗംഭീരമായി ആഘോഷിച്ചു. ഹൈന്ദവരുടെ വിശ്വാസങ്ങളിൽ ദേവി പ്രീതിക്ക് വേണ്ടിയുള്ള ആചാരങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല. കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സ്ത്രീകൾ വ്രതമെടുത്ത് അതീവ ഭക്തിയോടെ കൊണ്ടാടുന്ന ഈ പവിത്രമായ ആചാരം കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനു വേണ്ടിയുള്ളതാണ്. ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ പല ഭാഗങ്ങളിൽ നിന്നായി വന്നു ചേർന്ന നിരവധി സ്ത്രീജനങ്ങൾ അമ്പലമുറ്റത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ പൊങ്കാല അടുപ്പുകളിൽ ദേവി പ്രീതിക്കായി പൊങ്കാല അർപ്പിച്ചു. അന്നേ ദിവസം അതിരാവിലെ തന്നെ മേൽശാന്തി ശ്രീ സൂരജ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ആരംഭിച്ച വിശേഷ പൂജകൾക്ക് ശേഷം രാവിലെ 11 മണിയോടെ ദേവി സന്നിധിയിൽ നിന്നും പകർന്നെടുത്ത തിരുനാളം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച് പൊങ്കാല മണ്ഡപത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ പണ്ടാര അടുപ്പിൽ തെളിയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. അമ്മേ നാരായണ, ദേവി നാരായണ വിളികളാൽ മൂഖരഹിതമായ ക്ഷേത്രഗണത്തിൽ നൂറുകണക്കിന് ദേവി ഭക്തർ തങ്ങളുടെ പൊങ്കാല നിവേദ്യം അർപ്പിച്ചു. നിരവധി പേർക്ക് പണ്ടാര അടുപ്പിൽ പൊങ്കാല അർപ്പിച്ചത് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളത് ഈ ചടങ്ങിന്റെ കൂടി വരുന്ന ജനപങ്കാളിത്തം വിളിച്ചോതുന്നു. പണ്ടാര അടുപ്പിൽ തയ്യാറാക്കിയ നിവേദ്യം പകർന്ന് ദേവി സന്നിധിയിലേക്ക് ആനയിച്ച് ദേവിക്ക് നിവേദിച്ച ശേഷം തിരിച്ച് പൊങ്കാല മണ്ഡപത്തിലേക്ക് എത്തിച്ച് ഓരോ പൊങ്കാല കലങ്ങളിലും തളിച്ച് ദേവി കടാക്ഷം ഏവർക്കും പകർന്നു നൽകിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി. തുടർന്ന് നടന്ന രുചികരമായ ഗുരുവായൂർ സദ്യ ഏവരുടെയും പ്രശംസയ്ക്ക് കാരണമായി. ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രസിഡന്റ് സുബിൻ ബാലകൃഷ്ണൻ, പൂജാ കമ്മിറ്റി ചെയർ രാജീവ് പിള്ള, ഉത്സവ കമ്മിറ്റി ചെയർ അനിൽ ഗോപിനാഥ്, ട്രസ്റ്റി ചെയർ സുനിൽ നായർ, മറ്റെല്ലാ ബോർഡ് മെമ്പേഴ്സും ട്രസ്റ്റി മെമ്പേഴ്സും ആദ്യം മുതൽ അവസാനം വരെ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർ വർഷങ്ങളിൽ കൂടുതൽ തയ്യാറെടുപ്പുകളോടെ അതിഗംഭീരമായി പൊങ്കാല ആഘോഷിക്കുവാനും കൂടുതൽ ആളുകളിലേക്ക് പൊങ്കാലയുടെ മഹിമ എത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ കാലേക്കൂട്ടി ആരംഭിക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.